ഗൈസ്, വെൽക്കം ടു CSTS വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാമറ കൊമ്പിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏകദേശം നമ്മുടെ പുതിയ ആളെ വരവേൽക്കാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാണ്. ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷൻ ബാഗ് റെഡിയാക്കാൻ നിൽക്കുകയാണ്. അപ്പം ചെറിയ എന്തൊക്കെ വെക്കുന്ന ഇടയ്ക്ക് വെക്കുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഏകദേശം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചു തരും, അത്ര മാത്രമേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ബുക്കിൽ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. അപ്പൊ ഏകദേശം ചെക്ക് ലിസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാം ഒന്ന് നോക്കി ചെയ്യണം. ഇനിയിപ്പം രാത്രിയാണ്, നമുക്ക് നാളെ ചെക്കപ്പിന് പോകാനുണ്ട്. അറിയില്ല, മേ ബി നാളെ അഡ്മിറ്റ് പറയുമില്ലെന്ന് അറിയില്ല. മേ ബി അഡ്മിറ്റ് വരാൻ ചാൻസ് ഇല്ല. അങ്ങോട്ട് വേണം 50-50 ചാൻസ്. അപ്പൊ നമ്മള് പാക്ക് ചെയ്തിട്ട് എല്ലാം കെട്ടും മണ്ണൊക്കെ എടുത്തിട്ട് പോവാന്നുള്ള തീരുമാനത്തിലാണ്. അപ്പൊ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഏത് ഡ്രസ് തുടങ്ങണം? കുഞ്ഞിന്റെ ഡ്രസ് തുടങ്ങും. കുഞ്ഞിൻ്റെത് ഈ ഒരു പൊക്കാൻ പറ്റില്ല, ഈ ഒരു ബാസ്കറ്റ്. ആക്ച്വലി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാസ്കറ്റിനകത്താണ് കൊച്ചിൻ്റെ എല്ലാം ഉള്ളത്. അതിനകത്തിപ്പം നമ്മളൊരു പട്ടിക്കകത്ത് ഈ എന്താ പറയുക, ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് എടുത്തിട്ടുണ്ട്. പിന്നെ സോപ്പ് വെക്കാനുള്ളത്, സോപ്പ് എടുത്തിട്ട് സോപ്പുണ്ട് അതിനകത്ത്. സോപ്പ് ഇതിനകത്തുണ്ട്, സോറി. പിന്നെ കിളിക്കുന്ന സാധനം, പിന്നെ ഒരു നെയിൽ കട്ടറുണ്ട്. മറ്റേ ഈ ലെൻസ് നെയിൽ കട്ടറാണ്. ഇത് കെട്ടാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്ന സാധനം വാങ്ങിച്ചത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ കട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ മേടിച്ചതാണ് കുഞ്ഞിക്ക് വേണ്ടിയിട്ട്. ഇത് എന്താ പറയാ, വാഷാണ്. അതായത് സോപ്പും ഷാമ്പൂവിനും പകരം രണ്ടും കൂടെ ഒന്നിലുള്ള സംഭവമാണ്. അപ്പം അങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബോഡി ലോഷൻ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ബോഡി ലോഷൻ പൗഡർ ഞാൻ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നതിനോട് പൗഡറാണ് മേടിച്ചിട്ട്. പിന്നെ ബോഡി ലോഷൻ നമ്മൾ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എങ്ങനെ ഓക്കെ ആണോ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. അങ്ങനെ തരൂ. അപ്പൊ അങ്ങനെ നോക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഉള്ളത് പിന്നെ ചെറിയൊരു എന്താ പറയാ, ഡയപ്പറിലെ ചെറിയൊരു സംഭവം വാങ്ങിച്ചിട്ട്. പിന്നെ വേണം ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുന്നത്. പിന്നെ ഒരു പാക്ക് വെറ്റ് പാക്സ് ഉണ്ട്. പിന്നെ ഇത് റിസീലിംഗ് ബ്ലാങ്കറ്റ്, ഇത് മാത്രം ഒരു കവറിട്ട് വെച്ചു. പിന്നെ ഈ മുകളിൽ കാണുന്നതിൽ കുഞ്ഞിക്ക് വേണ്ട മിറ്റൻസും ക്യാപ്സും സോക്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ജസ്റ്റ് പുറത്തേക്ക് എടുക്കണമെന്നില്ല, മാത്രമാണ്. ഇത് കാണിക്കാണെങ്കിൽ റോംപേഴ്സ് ഉണ്ട്. ഇത് 3 റോംപേഴ്സ്. പിന്നെ ഇതിനകത്ത് കുഞ്ഞി വൈബ്സ് ഉണ്ട്, ക്ലോത്തിന്റെ മസ്ലിൻ ക്ലോത്തിന്റെ. പിന്നെ ഇതിനകത്തും ഇതിന്റെ അടിയിൽ 3 റോംപേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഇതിന്റെ സിസ്റ്ററിന്റെ കുട്ടി ആക്കി തന്നതാണ്. ക്യാപ്സും 2 കാലിലിടുന്ന സോക്സ് പോലത്തത്. പിന്നെ അല്ലാതെ 2-3 ഇതേപോലെ തന്നെ ക്യാപ്പും മിറ്റൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ജബ്ലാസും അങ്ങനത്തെ ചെറിയ ചെറിയ കെട്ടുടുപ്പ് പോലത്തെ കുറച്ച് കെട്ടുടുപ്പ്. പിന്നെ പട്ടം വെച്ചാക്കുന്ന കുഞ്ഞിന് 2-3 കുറെ ഒന്നും വാങ്ങിച്ചിട്ടല്ല, 2-3 അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ സ്വാഡിംഗ് ക്ലോത്ത് ആണ്. പിന്നെ മുകളിൽ കുറച്ച് മുണ്ട് മുറിച്ചത് കൊണ്ട് പിന്നെ അതിന്റെ അടിയിലോട്ട് 3 സ്വാഡിംഗ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അത്രയുള്ളൂ. പിന്നെ ലൈൻ ബോർഡ്സ് ഉണ്ട്, 4 ലൈൻ ബോർഡ്സ്. അങ്ങനെ ഇതിനകത്ത് അത്രയുള്ളൂ. പിന്നെ ഇവിടെ നമ്മള് 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അടിയിൽ ഇതേപോലത്തെ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുതൊന്നുണ്ട്. അതിനകത്ത് ഫുള്ള് മറ്റേ നമ്മള് പണ്ടൊക്കെ എല്ലാവരും ചെയ്യല് ഈ മറ്റേ സാരി ഇല്ലേ, സെറ്റ് സാരി, അങ്ങനത്തെ മുണ്ട്, അതൊക്കെ മുറിച്ചിട്ടാണല്ലോ കുട്ടിക്ക് എടുക്കാനാക്കുന്നത്. അത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി പിന്നെ അയൺ ചെയ്തിട്ട് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, കുഞ്ഞിക്കുള്ളവരൊക്കെ. അത് മഴയൊക്കെ തണുപ്പൊക്കെ അല്ലേ, അപ്പൊ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് കൊച്ചിനുള്ള സാധനങ്ങൾ. ഇത് വരുവാണെങ്കിൽ ഇതിനകത്ത് മൊത്തം ഹോസ്പിറ്റൽ ഫയൽസ് ആണ്. ഹോസ്പിറ്റൽ ഫയൽസും അല്ലാത്ത കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന
മാതൃശിശു സംരക്ഷണ കാർഡ് എന്നൊക്കെ ബുക്കാണ്. ഇതിനകത്ത് അതൊക്കെയുണ്ട്, വാക്സിൻ എടുക്കേണ്ട സംഭവം, പിന്നെ ഓരോ മന്തിലും ഉള്ള ഓരോ കാര്യങ്ങളും കുറെ ഇൻഫോർമേഷൻ ഒക്കെ ആയിട്ട് നമ്മളിപ്പം 1 വയസ്സ് 2 വയസ്സ് വരെ കുഞ്ഞിക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം ഇത് മേബി അവിടെ ഹോസ്പിറ്റലിൽ വേണ്ടി വരിക അവസാനം ഡിസ്ചാർജ് ആക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഇതിനകത്ത് ഏതൊക്കെ വാക്സിൻ എത്ര വയസ്സ് വരെ വാക്സിൻ എടുക്കണം, 16 വയസ്സ് വരെ വാക്സിൻ എടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഏതൊക്കെ രീതിയിൽ ശുശ്രൂഷിക്കണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉള്ള ബുക്കാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, വായിച്ചിട്ട് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ നമ്മൾ ഫോട്ടോ കോപ്പിനകത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിലെ പിന്നെ ആധാറിലൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ഇത്രനാൾ കാണിച്ച ഹോസ്പിറ്റൽ ഫയൽസും പിന്നെ ഞാൻ 2 പ്രാവശ്യം അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് ഉള്ള ഫയലാണ്. അപ്പം എല്ലാം ഇതിനകത്തുണ്ട്. എല്ലാത്തിനും കൂടെ ഡോക്യുമെന്റ്സ് ആണ്. അതാണ് നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സംഭവം വെച്ചാൽ ഇതിനകത്ത് എൻ്റെ കുറച്ച് സാമാനങ്ങളാണ്. ഒരു ടിഷ്യൂ ബോക്സ് എടുത്തിട്ടുണ്ട്, അത് കിടക്കട്ടെ. ഒരു സാനിറ്റൈസർ എടുത്ത് വെക്കണം. അത് നമ്മൾ ഹൈജീൻ ഇപ്പം കൊറോണയൊക്കെ വരുവാണല്ലോ, അപ്പൊ നമ്മൾ ഹൈജീൻ നമ്മൾ എന്തായാലും നോക്കണം. ഒരു സാനിറ്റൈസർ ഹാൻഡിൽ എവിടെയുണ്ട് അതിനകത്ത് വെക്കാം. ടിഷ്യൂ, പിന്നെ ഇത് ഫീഡിങ് ടിന്നാണ്. പിന്നെ ഇത് നമ്മൾ അവസാനം കൊച്ചിനെ കുട്ടിയിട്ട് വരുന്ന സമയത്ത് കൊച്ചിനെ ക്യാരി ചെയ്യാനുള്ള ബാഗാണ്. അപ്പം ചെറിയ പൊടിക്കുഞ്ഞിനെ എങ്ങനെ എടുക്കേണ്ട പോലും അറിയില്ല. അപ്പം കുറച്ചുകൂടെ വലിയ കുട്ടീനെ എടുക്കുന്നില്ല, പൊടിക്കുഞ്ഞിനെ എടുത്തിട്ട് എനിക്കറിയില്ല. അപ്പൊ ഇതിനൊക്കെ യൂസ്ഫുൾ ആണ്, ആർക്കാരും എടുക്കാൻ എളുപ്പമല്ലേ, കുഞ്ഞിന് കംഫർട്ടായിട്ട് കിടക്കാം. ഇതിനകത്ത് ഇതേപോലെ ഫീഡിങ് നോർമൽ ഡ്രസ്സ് ഞാൻ എടുത്തില്ല, ഒരു 4 സെറ്റ് എങ്ങാണ്ട് ഫീഡിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രസ്റ്റ് പാഡ്സ്, പിന്നെ ഇന്നേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിനകത്ത്, ഒരു തോർത്ത് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത്രയുള്ളൂ എൻ്റെ പെട്ടി. ഇത് അച്ഛൻ്റെ പെട്ടി. അച്ഛൻ്റെ പെട്ടിക്കാട്ട് ഇതേപോലെ അച്ഛൻ്റെ 2 രൂപ ഇതേപോലത്തെ ഒരു പുറത്തിടുന്ന പോലത്തെ ഒരു ജീനും ഒരു ടീഷർട്ടും ഇട്ടിട്ട്, പിന്നെ നോർമൽ വീട്ടിലുള്ള ട്രാക്ക് പാൻറ്, അതുപോലെ ടീഷർട്ടും ടോപ്പും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതൊക്കെയാണ് ഈ ബാഗിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ചായക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതേപോലെ ഇത് കുളിക്കുന്ന സോപ്പ്, പാത്രം കഴുകുന്നതും അലക്കുന്ന സോപ്പുണ്ട്, പിന്നെ ഒരു പാരച്യൂട്ടിൻ്റെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് പേസ്റ്റ് ബ്രഷ് സാധനം വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിനകത്ത് രാവിലെ വെക്കാനുള്ള സാധനം വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവാണല്ലോ, അപ്പം റെഡി ആയതിനു ശേഷം എടുക്കേണ്ട കാര്യങ്ങൾ കുറച്ചിങ്ങനെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ സമയത്ത് നമ്മൾ മേക്കപ്പ് ഐറ്റംസ്, മേക്കപ്പ് ഞാനറിയുന്നത് ഈ സമയത്ത് പൊതുവേ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യില്ല. ഈ സമയത്ത് പ്രത്യേകിച്ചിട്ട് ചിലപ്പോൾ പൗഡറൊക്കെ ഇതൊന്നും ഇടാറുള്ളൂ. അപ്പൊ കണ്ണെഴുതാൻ പിന്നെ ഒരു പൊട്ടിന്റെ ഒരു ബോക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫേസ് വാഷ്, മറ്റേ ഷാമ്പു, അതുപോലത്തെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ഇതിനകത്ത് എടുത്തോട്ടോ. അത് നാളെ രാവിലെ എടുത്ത് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, അത്ര തന്നെ ഏകദേശം. പിന്നെ എക്സ്ട്രാ കുറച്ച് എന്തെങ്കിലും എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് 2 പൗച്ച് ഉണ്ട്, അത് ഇതിനകത്ത് എടുത്ത് വെക്കണം. അത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ. ഇതിലിപ്പം എല്ലാം ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് ടിക്ക് ഇട്ട് വെക്കണം. പിന്നെ കുറച്ച് സ്നാക്സ്, വാട്ടർ ബോട്ടിൽ, പിന്നെ ലാസ്റ്റ് അതിന് ചാർജർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. മാസ്ക്, പച്ചവെള്ളം. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്. അത് എന്താ പറയാ, അഡ്മിറ്റ് ആവുമോ ഇല്ലയോന്ന് അറിയില്ല. അന്ന് ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ ഇവര് പോയ സമയത്ത് നേരെ നേരത്തെ അഡ്മിറ്റ് ആക്കാൻ ചാൻസ് നമുക്ക് ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ അവസാനം IU പോകുന്നതിന്റെ കാര്യമുണ്ട്. എങ്ങനെയും ഏറെക്കുറെ ആയിട്ടുണ്ട്. വീക്കാവും ഞാൻ പറയുന്നില്ല, ഏറെക്കുറെ ആയി. അപ്പോ കൂട്ടിനുള്ളിൽ കൺമണിയെ അപ്പൊ അങ്ങനെയാണ്. 9th മന്താണ്, പക്ഷെ ഇത് വീക്കൊന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി
കൊച്ചു വരട്ടെ. ഈ വീഡിയോ ചിലപ്പോൾ കൊച്ചു വന്നതിനൊക്കെ ശേഷമായിരിക്കും ഇടാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷമുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ വഴിയെ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ തന്നെ എല്ലാവർക്കും ബൈ.